ഹലോ നമസ്കാരം. കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ, തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി. അപ്പോൾ നമ്മളിന്നുള്ളത് കൂത്താട്ടുകുളത്താണ് കേട്ടോ. കൂത്താട്ടുകുളം എറണാകുളം ജില്ലയിൽ കൂത്താട്ടുകുളം. അപ്പോൾ നമ്മൾ ഒരു ആട്ടുംകൂടും കൊണ്ടുവന്നതാണ് കേട്ടോ. ഹൈടെക് ആട്ടുംകൂടും കൊണ്ടുവന്നുള്ളതാണ് ഇത്. പൈറ്റകുളം മാർബിൾസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഫാമിലിക്കാണ് കേട്ടോ വന്നുള്ളത്. മാർബിളിൻ്റെയൊക്കെ ഗ്രാനൈറ്റിൻ്റെയൊക്കെ ഒരു കമ്പനിയുടെ അവരുടെ തന്നെ ഗോഡൗണിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട്, ഓഫീസിൻ്റെയൊക്കെ ബാക്കിലായിട്ട് അവരുടെ ഫാമിലിക്ക് തന്നെയാണ് നമ്മൾ ഇത് കൊണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു 10-12 വലിയ ആടുകളൊക്കെ നിൽക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല വലിയ ഒരു 10 അടി നീളം, 6 അടി വീതി, 5 അടി, രണ്ട് സൈഡിൽ 5 അടി, നടുവിൽ 6 അടി വരെയുള്ള ഒരു അടിപൊളി ഹൈടെക് ആട്ടുംകൂടം കൊണ്ടാണ് നമ്മൾ തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് സുഖമായിട്ട് നിൽക്കാനൊക്കെ പറ്റും. നിന്ന് പണിയെടുക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ സുഖത്തിന് വേണ്ടിയാണ് അത്യാവശ്യം. പിന്നെ ഇതിലും കൂടുതൽ ഉയരം കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളൊരു നോർമൽ സൈസാണ് ഇത് ചെയ്യാറ്. പിന്നെ അതിൻ്റെ ഉയരത്തിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് കയറാനുള്ള റാമ്പ് ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും കൂട്ടിയുള്ള കൂടാട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷത്തിലേക്കാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പരമാവധി ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മളുടെ കൂടിൻ്റെ ക്വാളിറ്റി കണ്ടിട്ടും പലരും വിളിച്ച് നമുക്ക് ഓർഡർ തരാറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞില്ലേ, 10 അടി നീളമുണ്ട് കൂടിന്, 6 അടി വീതി, 5 അടി ഉയരം, രണ്ട് സൈഡിൽ 5 അടി ഉയരം, നടുവിൽ 6 അടി ഉയരം. ഡ്രസ്സാണ് ചെയ്തിട്ടുള്ളത്. വീട് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കയറാനുള്ള റാമ്പ് അത് പ്ലാസ്റ്റിക് ഫ്ലോർ തന്നെ റാമ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്ലോറാണ്. അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു 950 ബ്രേക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഫ്ലോറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു കാരണവശാലും കംപ്ലൈൻ്റ് ഒന്നും വരില്ല. പിന്നെ നമുക്ക് കയറി ക്ലീൻ ചെയ്യാനും അപ്പോൾ ആടിനെ നിർത്താനാണെങ്കിലും ഒരു കുഴപ്പമുണ്ടാവില്ല. ഇപ്പോൾ മരമൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടി വന്ന ഒരു 1-1.5 കൊല്ലം കഴിയുമ്പോഴേക്കും ദ്രവിച്ച് പോകും. പിന്നെ ആ ഭാഗം ഒടിഞ്ഞു പോകും. പിന്നെ ആടിൻ്റെ അടി കൂടെ താഴെ വീഴും. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ആട്ടുംകൂടിന് വേണ്ടിയിട്ട് അവർ ഇവിടെ കോൺക്രീറ്റ് ചെയ്തുള്ളതാണ് കേട്ടോ, ഈ സ്പേസിൽ. പിന്നെ അടിപൊളി നല്ല വേസ്റ്റ് ട്രേ ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് ഈ സൈഡിൽ പുല്ലൂട്, ഒരു സൈഡിൽ പുല്ലൂടും ഒരു സൈഡിൽ തീറ്റപ്പാത്രം വെച്ചുള്ളൂ കേട്ടോ. ഈ സൈഡിൽ നമ്മൾ തീറ്റപ്പാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ വേസ്റ്റ് ട്രേ കണ്ടില്ലേ, നല്ല പ്ലാസ്റ്റിക് വേസ്റ്റ് ട്രേ ആണ്. പിന്നെ നമ്മളിതിൻ്റെ മെഷ് യൂസ് ചെയ്തിട്ടുള്ളത് 6mm മെഷാണ് കേട്ടോ. അപ്പോൾ ആടൊന്നും ഇടിച്ചാലൊന്നും പോലും, ഇപ്പോൾ കൊറ്റനാടുകൾക്കൊരു സ്വഭാവമുണ്ട്, നല്ല ഇടിയും. അപ്പോൾ ഇടിച്ചാലൊന്നും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള 6mm മെഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡിൽ പുല്ലൂട് കൊടുത്താൽ കണ്ടോ, ഇതൊക്കെ അവരുടെ മറ്റേ പോത്തിനൊക്കെ ഇടുന്ന സ്ഥലമാണ് കേട്ടോ. പോത്തുകളുണ്ട് അവിടെ അപ്പുറത്ത്. അവർ തണലത്തേക്ക് മാറിക്കാന്നുണ്ട്. ഇപ്പോൾ നല്ല വെയിലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഉച്ചനേരത്തൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ ഇതൊരു അവിടെ അഴിച്ചിട്ട് വളർത്താനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് രാത്രിയിലേക്ക് മാത്രമേ കൂടിൻ്റെ ആവശ്യം വരുന്നുള്ളൂ ശരിക്കും. പിന്നെ മഴക്കാലത്തേക്ക് വേണ്ടി മാത്രമേ കൂടിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ള ടൈമിൽ ഇവിടെ പറമ്പിൽ അഴിച്ചിട്ട് വളർത്താനാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മളിത് 1.25 ആംഗിളിലാണ് നമ്മളിതിൻ്റെ ഫ്രെയിമൊക്കെ കൂട്ടിയുള്ളത്. പിന്നെ അതിൻ്റെ റൗണ്ട് പൈപ്പാണ് യൂസ് ചെയ്തത്. 16 ഗേജിൻ്റെ റൗണ്ട് പൈപ്പൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കാലിന്. പിന്നെ ഫ്രണ്ടിൽ തീറ്റപ്പാത്രം, ഇത് നമുക്ക് കൈത്തീറ്റയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ തീറ്റപ്പാത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ പുല്ലൂടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇതിൽ കയറി തീറ്റ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈ പുറത്തുനിന്ന് തന്നെ തീറ്റ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ്. ഇതിപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരു എല്ലായിടത്തും നമ്മൾ പോയി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി വാടക വരും, വരുന്നതിൻ്റെ വണ്ടി വാടക വരും. നമ്മൾ വേറെ എക്സ്ട്രാ ചാർജ് ഒന്നും വരില്ല. നമുക്ക് വണ്ടി വാടക മാത്രമേ എക്സ്ട്രാ വരുള്ളൂ. നമ്മൾ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് തരും. ഒറ്റ സൗണ്ട് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ, അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വർക്ക്ഷോപ്പിലിട്ട് കൂട് സെറ്റ് ചെയ്തിട്ട് അത് പീസായിട്ട് നിങ്ങളുടെ എവിടെ സ്ഥലം വെച്ചാൽ അവിടെ കൊണ്ടുവന്ന് ഒറ്റ സൗണ്ട് ഫിക്സ് ചെയ്ത് പോരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പൊതുവേ. അതാകുമ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ല. അതല്ലെങ്കിൽ നമ്മൾ അവിടെ വന്ന് കൂട് പണിയാൻ നല്ല എളുപ്പമല്ലേ. ഒരു 3-4 ദിവസം സ്റ്റേ ചെയ്യണം, താമസം, അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര മെനക്കെടാം. അപ്പോൾ ഇതൊന്നും വേണ്ട. ഒറ്റ സൗണ്ട് നമ്മൾ പണി തീർത്ത് പോകും. നമ്മൾ കാലത്ത് ഇവിടെ നിന്ന് പുറപ്പെടും, വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ പണി തീർത്ത് പോരും. ഇത് ഞങ്ങളൊരു 10-11 മണിയൊക്കെ ആയി അവിടെ എത്തുമ്പോൾ തന്നെ. നമ്മളൊരു 3 മണിയാകുമ്പോഴേക്കും കഴിഞ്ഞ് പോകുന്നു. ഇതിലെല്ലാം സെറ്റ് ചെയ്തത്, ചില റാമ്പടക്കം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഇത് വന്ന് കൂട്ടുക, മേലത്തെ ഷീറ്റ് അടിക്കൽ മാത്രമേ മെയിനായിട്ട് നമുക്കുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് വന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ ആടിന് നടക്കാനുള്ള പറമ്പാണ്. അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക, ഒതുങ്ങിയൊരു കൂടാണ് കേട്ടോ. അത്യാവശ്യം സൗകര്യത്തിൽ ഒതുങ്ങിയൊരു കൂട്. എനിക്ക് പറഞ്ഞാലൊരു 10 തള്ളാടുകളെയൊക്കെ കൂടെ നിർത്താൻ പറ്റും. 10-12 വരെ മാക്സിമം നിൽക്കും, മലബാറൊക്കെ ആണെങ്കിൽ കേട്ടോ.
വലിയ ആടുകളാണെങ്കിൽ നമുക്ക് ക്രോസ് ബ്രീഡ് ഹൈബ്രിഡുകളൊക്കെ ആണെങ്കിൽ കുറച്ച് എണ്ണം കുറവ് നിൽക്കുള്ളൂ. പക്ഷേ വലിയ ആടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് 10ലും കൂടുതൽ നിർത്താം. മലബാറിയൊക്കെ ആണെങ്കിൽ 10ലും കൂടുതൽ നമുക്ക് നിർത്താം കേട്ടോ. പിന്നെ അഴിച്ചിട്ട് വളർത്തുന്ന കാരണം വേറെ പ്രശ്നമില്ല. ഒരു രാത്രിക്ക് എടുക്കാൻ വേണ്ടി മാത്രമായ കാരണം അതിലെണ്ണം കൂടുതൽ നിർത്താൻ പറ്റും. ഫുൾ ടൈം കൂടുതലിടുമ്പോൾ നമ്മൾ പറയണേ 10 ഒക്കെ 10 എന്നല്ല, ചിലർ 10-12 മേലെ ഇടുന്നുണ്ട്, 12-13 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത് നമുക്ക് ഈ സെയിം സൈസിൽ നമുക്ക് പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിൽ നിന്ന് ഉള്ള പൈസ മേടിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? അതിന് നമുക്ക് GST ബില്ലൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. മെറ്റീരിയൽ ബില്ലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ റാമ്പ് വരെ നമുക്ക് നനയാത്ത ലെവലിലാണ് നമ്മൾ ഷീറ്റ് അടിച്ചിട്ടുള്ളത്. ഷീറ്റ് അത്യാവശ്യം 2 അടിയോളം പുറത്തേക്ക് തള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ പൈറ്റാട്ട് കുള്ളത്തിൻ്റെ ആ ഒരു ഗോഡൗണും ഓരോ ഓഫീസൊക്കെ ഞാൻ കാണുന്നത്. ഇത് അതിൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കൂടിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ലൊരു അടിപൊളി ഹൈടെക് കൂട്. അതിൻ്റെ വേസ്റ്റ് ട്രേ ഉണ്ടല്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ട്രേ ആണ്. ഇതിൻ്റെ കാട്ടം നമുക്ക് കറക്റ്റ് ആ പാത്തിലേക്ക് അങ്ങോട്ട് വരും. യൂറിൻ നമുക്ക് അവിടെ ഒരു ബക്കറ്റ് ഒരു പാത്രം വെച്ച് കൊടുക്കാൻ അതിൽ കറക്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ വേസ്റ്റ് ക്ലീനിങ് ഒക്കെ ഭയങ്കര സുഖമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫ്ലോർ പറഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫ്ലോർ, അതായത് വരുന്നതിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലോർ നമ്മൾ യൂസ് ചെയ്യുന്നത് 2x2 ഫ്ലോറാണ് കേട്ടോ. ഇപ്പോൾ പൊതുവെ എല്ലാവരും 2x1 യൂസ് ചെയ്യുന്നത്. നമ്മൾ 2x2 അത്യാവശ്യം നല്ല കനമുള്ള ഫ്ലോറേ യൂസ് ചെയ്യുള്ളൂ. വലിയ ആട്ടുകൊണ്ടുകളൊക്കെ തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ. അത് ചെറുത് ചെയ്ത് കൊടുക്കാറില്ല. ചെറിയ ഒരു 6 അടി 4 അടിയുടെ കൂടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ ഫ്ലോറൊക്കെ ഇട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. വലിയ കൂടൊക്കെ ആകുമ്പോൾ പരമാവധി തന്നെ ചെയ്യുള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് കയറി നിൽക്കാൻ ഒരു കുഴപ്പമില്ല. ആട് 10, 12, 15 നിന്നാലും നമുക്കൊരു കുഴപ്പമില്ല. ഒരു ഫ്ലോർ ശരിക്കും പറഞ്ഞാൽ 950 ബ്രേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ പറയുന്നുണ്ട് കമ്പനി. പിന്നെ അതിൻ്റെ അടിയിലുള്ള ആംഗ്ലറും നല്ല സ്ട്രോങ് ആംഗ്ലറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്കൊരു പേടിയും വേണ്ട. പിന്നെ നമുക്ക് സുഖമായിട്ട് നിന്ന് ക്ലീൻ ചെയ്യാം. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പുതിയ വീഡിയോസൊക്കെ വെറൈറ്റി വീഡിയോസുള്ള വരുള്ളൂ. അപ്പോൾ നായക്കൂടുണ്ട്, ആട്ടുംകൂട്, കോഴിക്കൂട്, കിളികളുടെ കൂടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. നെറ്റ് ബോൾട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓൾ ഇന്ത്യ നെറ്റ് ബോൾട്ട് ടൈപ്പിൽ കൂടുകൾ സെറ്റ് ചെയ്ത് പാർസൽ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. നമുക്കൊരു 10 to 15 ദിവസത്തിനുള്ളിൽ ആകുമ്പോഴേക്കും നമ്മളൊന്ന് സെറ്റ് ചെയ്ത് തരും. പിന്നെ വലിയ കൂടൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോൾ ഒരു 20 ദിവസമൊക്കെ ആയി വരുള്ളൂ. അത് നമ്മൾ തിരക്കിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അർജൻറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ സ്പീഡാക്കി ചെയ്ത് തരും. അത് വേറെ കാര്യം. അപ്പോൾ ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്യുക. പിന്നെ സംശയങ്ങളെങ്ങനെ പരമാവധി വിളിക്കുക. കമൻറ്റ് ഇട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചൊന്നും വരില്ല. പലർക്കും പരാതി ഉണ്ട്, കമൻറ്റ് ശ്രദ്ധിക്കില്ല, പറയില്ല എന്നിട്ട്. അപ്പോൾ പരമാവധി കമൻറ്റ് പറയുന്നത് നിങ്ങൾ നേരിട്ട് വാട്സപ്പ് ചെയ്യുക, നേരിട്ട് വിളിക്കുക ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി സുഖമായിരിക്കും. വിളിച്ചിട്ട് കിട്ടില്ല തന്നെ നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ തന്നെ നമ്മളതിന് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങൾ കേട്ടോ. ഈ കൂടിന് നമുക്ക് 74 രൂപയോളം വില വന്നിട്ടുണ്ട് കേട്ടോ. കൂടിന് മൊത്തം നമുക്ക് 74 രൂപയോളം വില വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ വീഡിയോയുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.